പ്രൈസ് ദി ലോർഡ്. വീണ്ടും വരുന്ന യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ മാന്യ ശ്രോതാക്കൾക്ക് ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുകയാണ്. ഇന്ന് ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കാൻ തക്കോണം സർവകൃപാലുവായ കർത്താവ് ഒരുക്കി തന്ന കൃപകൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലത്തെ വചന ചിന്ത നമ്മുടെ ജീവിതത്തിൽ എല്ലാ രീതിയിലും അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ശ്രദ്ധ ദൈവവചനത്തിലേക്ക് തിരിക്കാം. അതിനാധാരമായി മലാക്കി പ്രവചനം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ചു കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ വായിച്ചായ ദൈവവചനം നമുക്ക് വളരെ സുപരിതമായ ഒരു ഭാഗമാണ്. പലപ്പോഴും നമ്മൾ ഈ വാക്യത്തിൽ നിന്നും ധ്യാനിച്ചിട്ടുണ്ട്. എങ്കിലും കർത്താവ് ഇന്ന് രാത്രികാലം ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചതായ ഒരു ഭാഗം നിങ്ങളുമായിട്ട് പങ്കുവയ്പ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഈ മലാക്കി പ്രവചനം എന്ന് പറയുന്നത് 39-ാമത്തെ പുസ്തകമാണ് ബൈബിളിൽ. ഉൽപ്പത്തി മുതൽ അത് തുടങ്ങുന്നതായ ബൈബിൾ അതിൻ്റെ 39-ാമത്തെ പുസ്തകമാണ് മലാക്കി എന്ന് പറയുന്നത്. ഈ മലാക്കി പ്രവാചകൻ എഴുതിയ കാലഘട്ടം എന്ന് പറയുന്നത് BC 557-525 കാലഘട്ടം, ക്രിസ്തുവിന് മുൻപേ. എന്ന് വെച്ചാൽ ഒന്നുകൂടെ പറഞ്ഞാൽ ഇസ്രായേൽ മക്കളുടെ പ്രവാസത്തിൽ നിന്നുള്ളായ മടങ്ങി വരവിന് ശേഷം 3 എഴുത്തുകാരാണ് എഴുതപ്പെട്ടിരിക്കുന്നത്, 3 പ്രവചനങ്ങൾ. അതിൽ ഒരാളാണ് ഈ മലാക്കി പ്രവാചകൻ. ബാക്കി 2 പേരെന്ന് പറയുന്നത് ഹഗ്ഗായിയും സക്കരിയാവുമാണ്. ഈ മലാക്കി പ്രവാചകൻ എഴുതുമ്പോൾ 4 അധ്യായമേ ഉള്ളൂ എങ്കിലും വളരെ ആശയപുഷ്ടമായിട്ടുള്ളതായ പ്രവചനങ്ങളാണ് കാണുവാൻ കഴിയുന്നത്. ഈ വാക്യം നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ദൈവത്തിന് തൻ്റെ മക്കളുമായിട്ടുള്ള ബന്ധത്തിലുള്ളതായ കരുതലുകളും ദൈവജനത്തിന് വേണ്ടി ദൈവം ഒരുക്കുന്നതായ അനുഗ്രഹങ്ങളും ഒക്കെ നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. Tonight we read the word of God from the book of Malachi, chapter 3, verse 16. I will read that word. Then those who feared the Lord spoke to one another, and the Lord listened and heard them. So a book of remembrance was written before him for those who fear the Lord and who meditate on his name. Praise God. There is a book of remembrance was written before God to those who fear the Lord and meditate his name. ഇന്ന് രാത്രികാലം വായിച്ച വാക്യം, യോബ് ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. ഇവിടെ ദൈവഭക്തന്മാർ
എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ നാമത്തെ ഭയപ്പെടുന്നവർ എന്നാണല്ലോ അർത്ഥം. അവിടെ കാണാൻ കഴിയും, 4-ാം അധ്യായത്തിൽ കാണാൻ കഴിയും, എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ ഒരു പ്രയോഗം അവിടെ കാണുന്നുണ്ട്. അപ്പോൾ യഹോവ ഭക്തന്മാർ എന്ന് പറയുമ്പോൾ ദൈവത്തെ ഭയപ്പെടുന്ന തന്റെ പുരോഹിത വർഗത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ തന്റെ ജനത്തെ കുറിച്ചാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. പുതിയ നിയമം പഠിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മക്കൾ അല്ലെങ്കിൽ ദൈവജനം എല്ലാം രാജകീയ പുരോഹിത വർഗമാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു എന്നാണ് പത്രോസിന്റെ ലേഖനത്തിൽ കാണുവാനും കഴിയുന്നത്. പുതിയ നിയമകാലത്ത് വിളിക്കപ്പെടുന്ന ഓരോ ദൈവ പൈതലും വിശ്വാസിയും രാജകീയ പുരോഹിത വർഗമാണ്. അപ്പോൾ ഇവിടെ ഇവര് തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇവര് തമ്മിൽ സംസാരിച്ച കാര്യം എന്താണെന്ന് നമുക്ക് മേളിലുള്ള ഭാഗങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. എല്ലാ രീതിയിലും എല്ലാ ദിവസവും സംസാരിക്കുന്ന പോലല്ല ഇവിടെ ആ പ്രയോഗം നോക്കുക. യഹോവഭക്തന്മാർ അന്ന് യാദൃച്ഛികമായിട്ട് തമ്മിൽ സംസാരിച്ചു. അപ്പോൾ ഒരു പ്രത്യേക ദിവസത്തിൽ അവർ സാധാരണ സംസാരിച്ചു വന്നതിന് വിപരീതമായിട്ട് ഒരു പ്രത്യേക കാര്യം അന്ന് സംസാരിച്ചു. അതാണ് അന്നെന്ന് പറയുന്നത്. അന്ന് സംസാരിച്ച കാര്യം ദൈവം ശ്രദ്ധ വെച്ച് കേട്ടു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. എന്തുവാണ് അവർ അന്ന് സംസാരിച്ച കാര്യം? നമുക്ക് നോക്കാം. അതിന്റെ 14-ഉം 15-ഉം വായിക്കൊന്ന് വായിച്ചാട്ടെ. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം, ഞങ്ങൾ അവന്റെ കാര്യം നോക്കുന്നതിനാലും സൈന്യങ്ങളുടെ യഹോവയുടെ മുമ്പാകെ കറുപ്പെടുത്ത് നടക്കുന്നതിനാലും എന്ത് പ്രയോജനമുള്ളൂ? ആകയാൽ ഞങ്ങൾ അഹങ്കാരികളെ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നു, ദുഷ്പ്രവർത്തിക്കാർ അഭ്യുദയം പ്രാപിക്കുന്നു, ദൈവത്തെ പരീക്ഷിക്കുന്നവർ ശിക്ഷ ഒഴിഞ്ഞു പോകുന്നു എന്ന് നിങ്ങൾ പറയുന്നു. അപ്പോൾ അന്ന് ഇവർ സംസാരിച്ച കാര്യം എന്താണ്? ഇവിടെ വായിച്ചത് അവർ പറഞ്ഞത് യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം. നാളുകളായിട്ട് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷിക്കുന്നവരാണിവര്, പുരോഹിതന്മാരാണ്. ദൈവാലയത്തിൽ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷിക്കുന്ന ഏത് ശുശ്രൂഷകളും ദൈവത്തിന് വിലയേറിയതാണ്. പടിനിമാലയത്തിൽ പുരോഹിതന്മാരായ ലേവ്യർക്ക് പല പല ശുശ്രൂഷകൾ ചെയ്യുവാനുണ്ടായിരുന്നു. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലേവ്യ പുസ്തകം ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് വിശദമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. അതായത് ദൈവാലയത്തിൽ തന്നെ പല ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. താമ്രത്തൊട്ടി, യാഗപീഠം, അത് രണ്ടും പ്രാകാരത്തിൽ വെച്ചിരുന്നു. അതിന്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ വിശുദ്ധ സ്ഥലമാണ്. ആ വിശുദ്ധ സ്ഥലത്ത് ധൂപപീഠം, കാഴ്ചയപ്പത്തിന്റെ മേശ, നിലവിളക്ക് എന്നീ 3 ഉപകരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഏറ്റവും അകത്തുള്ളതായ ഭാഗമാണ് പരിശുദ്ധ സ്ഥലം, ദ ഹോളി ഓഫ് ഹോളി പ്ലേസ്. അവിടെ ദൈവത്തിന്റെ നിയമപ്പെട്ടകവും അതിനുമേലുള്ള കൃപാസനവും അവിടെ വെച്ചിരുന്നു. ഈ ദൈവാലയത്തിൽ ഉള്ളതായ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരുന്ന ലേവ്യ പുരോഹിതന്മാർക്ക് പല ജോലികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഉപകരണങ്ങൾ ചുമന്നുകൊണ്ട് ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകുക, അതായത് അവരുടെ ജോലിയായിരുന്നു. തിരശ്ശീല ചുമന്നുകൊണ്ട് പോകുക, ഉപകരണങ്ങളൊക്കെയും അതാത് സ്ഥാനത്ത് കൊണ്ട് ക്രമമായിട്ട് വെക്കുക. പ്രാകാരത്തിൽ വെക്കേണ്ട ഉപകരണങ്ങൾ പരിശുദ്ധ സ്ഥലത്ത് കൊണ്ടുവെക്കാൻ പറ്റത്തില്ല. പരിശുദ്ധ സ്ഥലത്തുള്ള ഉപകരണങ്ങൾ പ്രാകാരത്തിലോ
അതിപരിശുദ്ധ സ്ഥലത്ത് കൊണ്ടുവെക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഓരോ ഉപകരണങ്ങളും വെക്കേണ്ടതായ പ്രോപ്പർ സ്ഥാനങ്ങളുണ്ട്. ആ സ്ഥാനങ്ങളിലാണ് ഉപകരണങ്ങൾ വെക്കേണ്ടത്. അതെല്ലാം ഈ പുരോഹിതന്മാരുടെ ജോലിയായിരുന്നു. ആ ഉപകരണങ്ങളൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കുക. വിശുദ്ധ സ്ഥലത്തുള്ളതായ കാഴ്ചയപ്പത്തിന്റെ മേശമേൽ കാഴ്ചയപ്പം അടുക്കി അടുക്കി വെക്കുക. നിലവിളക്ക് കെടാതെ വണ്ണം സൂക്ഷിക്കുക. കത്തുന്ന നിലവിളക്ക്, കവരവിളക്കെന്ന് പറയുന്നുണ്ട് അതിന്. അതിനുള്ളിൽ കത്തുവാൻ വേണ്ടുന്നതായ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇടിച്ചെടുത്ത ഒലിവെണ്ണയാണ് ഇതിനകത്ത് ഒഴിക്കേണ്ടത്. കുറച്ച് കത്തിക്കഴിയുമ്പോൾ ഈ തിരിയെല്ലാം കരിന്തിരിയായിട്ട് മാറുമ്പോൾ ചവണ കൊണ്ടുവന്ന് അത് മുറിച്ചു മാറ്റി ആ വെടിപ്പായിട്ട് തെളിവായിട്ട് മുൻപോട്ട് ദീപം പ്രകാശിക്കത്തക്ക രീതിയിൽ വെക്കണം. ധൂപം, പീഠത്തിന്മേലുള്ള ധൂപം കാട്ടണം. ഇതെല്ലാം ലേവ്യ പുരോഹിതന്മാർക്കാണ് വിധിച്ചിട്ടുള്ള കാര്യങ്ങൾ. മഹാപുരോഹിതന് മാത്രമാണ് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെന്ന് അവിടെ ചെയ്യുന്ന ശുശ്രൂഷകൾ ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ പഴനിമ പുരോഹിതന്മാർക്ക് ആലയത്തോട് ബന്ധപ്പെട്ട് ധാരാളം ജോലികൾ ഉണ്ടായിരുന്നു. ഇവ ഒന്നും ചെറുതായിട്ടല്ല ദൈവം കാണുന്നത്. ചെറിയ ജോലിയായിരുന്നാലും വലിയ ജോലിയായിരുന്നാലും എല്ലാം ദൈവത്തിന്റെ മുമ്പിൽ അത് പവിത്രമായ ശുശ്രൂഷയായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇന്നും അതുപോലെ തന്നെയാണ്. ശുശ്രൂഷകൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ശുശ്രൂഷകൾ. സഭകളിൽ ദൈവം പലവിധமான ശുശ്രൂഷകൾ ചെയ്യുന്നതായ ദൈവദാസന്മാരെ ആക്കിയിട്ടുണ്ട്. അപ്പോസ്തലന്മാര്, പ്രവാചകന്മാര്, ഇടയന്മാര്, സുവിശേഷകന്മാര്, ഉപദേഷ്ടാക്കന്മാര്, ഇങ്ങനെ 5 രീതിയിലുള്ളതായ ശുശ്രൂഷാ ബന്ധങ്ങൾ സഭകളിൽ ദൈവമാക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഓരോ ദൈവ പൈതലും വിശ്വാസികൾക്കും ശുശ്രൂഷകളുണ്ട്. പാ വിരിച്ചിടുക, അല്ലെങ്കിൽ കസാറ അടുക്കി വെക്കുക, കസാറകൾ കൊണ്ട് നിരത്തുക, ചർച്ചിന്റെ ഉള്ളിൽ ആലയം വൃത്തിയാക്കി സൂക്ഷിക്കുക, ട്രാഷ് എടുത്ത് കളയുക, അതുപോലെ തന്നെ ഉപകരണങ്ങളൊക്കെ വൃത്തിയായിട്ട് തുടച്ച് വൃത്തിയാക്കി സൂക്ഷിക്കുക. ഗായക സംഘങ്ങള്, പ്രസംഗിക്കുന്ന ദൈവാസന്മാര്, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവര്, അത് പകർത്തി എടുക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ പകർത്തി അയക്കുന്നവര്, അത് ഇങ്ങനെ ഉള്ള അനേക രീതിയിലുള്ള ഇനിയും പോട്ടെ, സഹോദരിമാർക്കും ശുശ്രൂഷയുണ്ട്. അടുക്കളയിൽ, കിച്ചണിൽ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി ദൈവ മക്കൾക്ക് വിളമ്പിക്കൊടുക്കുക. ഇങ്ങനെ ധാരാളം ശുശ്രൂഷകൾ ഉണ്ട്. ഇതെല്ലാം ദൈവത്തിന്റെ മുമ്പിൽ അത് വിലയേറിയതാണ്. ഒരു ശുശ്രൂഷയും വില കുറഞ്ഞു കാണുന്നില്ല. ഇതെല്ലാം ദൈവവേലയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. എന്നാൽ ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിൽ കാണാൻ കഴിയും, ഇവര് പറയുകയാണ് യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം. ചെയ്തേതും മടുത്തു. ഒരു ജീവിതത്തിലൊരു ഉന്നതയും ഒരു അനുഗ്രഹവും കാണാതെ ഭാരപ്പെട്ടപ്പോൾ അന്ന് അവര് അങ്ങനെ സംസാരിച്ചു. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം. എന്തുവാണ് പറയുന്നത്? അത് യഹോവയുടെ മുൻപാകെ കറുപ്പ് ഉടുത്ത് നടന്നതിനാലും എന്ത് പ്രയോജനമുള്ളൂ? ഞങ്ങൾ അവന്റെ കാര്യം നോക്കുന്നതിനാലും അവൻ മുൻപാകെ കറുപ്പ് ഉടുത്ത്, കറുപ്പെന്ന് പറയുമ്പോൾ ദുഃഖത്തിന്റെ അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ, കറുപ്പുടുത്താലും വെളുപ്പ് ഉള്ള വസ്ത്രമിട്ടാലും ഏത് രീതിയിലുള്ള വസ്ത്രമിട്ടാലും അത് പ്രത്യേകതയൊന്നുമില്ല. എന്നാൽ ദൈവസന്നിധി നമ്മൾ കടന്നു വരുമ്പോൾ മിക്കവാറും വെള്ളയായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതായിരിക്കും അതിന്റെ ഭംഗി. എല്ലാം ചന്തവും ഉചിതവുമായിട്ട് ചെയ്യണമെന്നാണല്ലോ നമ്മൾ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് ഞങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്നത് എന്ന് അവർ ചോദിക്കുകയാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ വേല ചെയ്യുന്ന വ്യർത്ഥമാണ് എന്ന് അവർ പറയുകയാണ്. അതുകൊണ്ട് എന്നാ പ്രയോജനം? ഇന്നും അങ്ങനെ പലരും ചോദിക്കുന്നുണ്ട്.
ദൈവത്തിന് വേണ്ടി മുൻപോട്ട് പോയി കഴിഞ്ഞാൽ എന്നാ പ്രയോജനം? എന്ത് സമ്പാദിച്ചു, എന്ത് നേടി? നേടുന്നവരുണ്ട് കേട്ടോ. ഈ മാർഗം പറഞ്ഞ് നേടുന്നവർ ധാരാളമുണ്ട്. എന്നാൽ അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ കർത്താവിന്റെ വേല ചെയ്ത് മുൻപോട്ട് പോകുന്നവർക്ക് എന്താ സമ്പാദ്യം, എന്താ നേടുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ഒരവസ്ഥ. ഒരിക്കൽ അത് ആസാബ് ഇങ്ങനെ ചോദിച്ചു. ദൈവഭക്തനായ ആസാബ് ദൈവാലയത്തിൽ പാട്ട് പാടുവാൻ വേണ്ടി നിന്നായ സംഗീത പ്രമാണിയായിരുന്നു. അദ്ദേഹം പറയുകയാണ്, 73 സങ്കീർത്തനത്തിന്റെ 13 വാക്യത്തിൽ കാണാൻ കഴിയും, എന്നാൽ ഞാൻ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എന്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴിയുന്നതും വ്യർത്ഥമത്രേ. ഞാൻ ഇടപെടാതെ ബാധിതനായിരുന്നു, ഉഷസ് തോറും ദണ്ഡിപ്പിക്കപ്പെട്ടും ഇരുന്നു. ആസാബ് ദൈവത്തിന്റെ ആലയത്തിൽ നിൽക്കുമ്പോൾ, അവൻ മറ്റുള്ളവരിലേക്ക് നോക്കുമ്പോൾ, ദുഷ്ടന്മാരിലേക്ക്, ലോക മനുഷ്യരിലേക്കൊക്കെ നോക്കുമ്പോൾ ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ. അവരുടെ ദേഹം തടിച്ച് ഉരുണ്ടിരിക്കുന്നു. അവർ മർത്യരെ പോലെ കഷ്ടത്തിലാകുന്നില്ല, മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല. അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു. അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു. അവർ ഉന്നത ഭാവത്തോട് സംസാരിക്കുന്നു എന്നൊക്കെയും അവരെ കുറിച്ച് നോക്കിക്കൊണ്ട് ഈ ആസാബ് പറഞ്ഞിട്ട് താൻ തന്നിലേക്ക് തന്നെ നോക്കിയിട്ട് പറയുകയാണ്, എന്നാൽ ഞാൻ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എന്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴിയതും വ്യർത്ഥമത്രേ. ഇടപെടാതെ ഞാൻ രോഗിയായി ഭാരപ്പെട്ടു പോകുന്നു എന്നൊക്കെ താൻ അവിടെയും പറയുന്നുണ്ട്. അന്നും തന്റെ യഹോവയുടെ ജനത്തിന് പറയുന്ന കാര്യമാണിത്. ഇപ്പോഴും അങ്ങനെ പറയുന്നവരുമുണ്ട്. എന്നാൽ ആസാബ് തിരുത്തി അസങ്കീർത്തനത്തിൽ. സ്തോത്രം. അവരുടെ അന്തം എന്താണെന്ന് ചിന്തിച്ചു. ദൈവത്തിന്റെ ആലയത്തിലേക്ക് ചെന്ന് അന്വേഷിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നീ അവരെ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു. പിന്നെ ഞാൻ അതുവഴി പോയപ്പോൾ അവൻ അവിടെ ഇല്ല. എന്നാൽ നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. പിന്നത്തേതിൽ മൗത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. ഇത്രമാത്രം കഷ്ടങ്ങളും ഇത്രമാത്രം പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ എനിക്കുണ്ടെങ്കിലും എന്നെ പിടിച്ചിരിക്കുന്ന ഒരു കരമുണ്ട്. ആ കരം വന്നത് ഉയർത്തുന്നുള്ള കരമാണ്. ഉയർത്തിൽ നിന്നാണ് എന്നെ പിടിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ഇങ്ങനെ അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ കരം നമ്മുടെ മേൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പ്രിയ സഹോദര സഹോദരി, പിതാവേ മാതാവേ നിങ്ങൾ ഭാരപ്പെടുന്നത്? നിങ്ങളുടെ അവസ്ഥകൾ, നിങ്ങളുടെ സിറ്റുവേഷൻ എല്ലാം അറിയുന്നവൻ, നിങ്ങൾ കടന്നു പോകുന്ന മണ്ഡലങ്ങളെ അറിയുന്നവൻ, നിങ്ങളുടെ പ്രശ്നങ്ങളെ അറിയുന്നവൻ, നിങ്ങളുടെ ഭാരങ്ങളെ അറിയുന്നവൻ, വേദനകളെ അറിയുന്നവൻ, രോഗത്തിന്റെ കെടുതികളെ അറിയുന്നവൻ, ഉയർത്തുന്നുള്ള കരമാണ് നിങ്ങളെ പിടിച്ചിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ അവൻ പറയുകയാണ്, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നിന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. ഒരിക്കൽ വിശാഖപട്ടണത്ത് വെച്ച് ഈ കരം എന്നെ പിടിച്ചു. വ്യക്തമായിട്ട് എനിക്കത് മനസ്സിലായി. ഒരു യോഗത്തിന് പോയി, ഒരു ക്രൂസൈഡിന് പോയി അറ്റൻഡ് ചെയ്തിട്ട് വരുമ്പോൾ മുമ്പിൽ കൂടെ പോകുന്ന ഒരു ഓട, വലിയ താഴ്ചയുള്ള ഒരു ഓട, വലിയൊരു ഡ്രെയിനേജ് ആയിട്ട് പോകുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു, വെള്ളം ഒഴുകുന്ന. രാത്രി സമയമായതുകൊണ്ട് കാണാൻ പറ്റിയില്ല. പെട്ടെന്ന് കാലെടുത്ത് വെച്ചപ്പോൾ ഈ കരം എന്നെ പിടിച്ചു. എന്റെ ഉടുപ്പേൽ പിടിച്ച് പുറകോട്ട് വലിച്ചിട്ടു. ഞാൻ ഭയന്നുപോയി. ആരാണ് എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നതെന്ന് ഞാൻ ചിന്തിച്ചു പോയി.
കള്ളന്മാരോ കവർച്ചക്കാരോ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെങ്കിൽ ആരുമല്ലായിരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ അല്പം വെളിച്ചം കണ്ണിൽ ഉണ്ടായി. ആ വെളിച്ചത്ത് നോക്കുമ്പോൾ കാണുന്നത് ഒരു വലിയ ഒരു കുഴിയുടെ മേളിൽ, ഓടയുടെ മേളിൽ നിൽക്കുകയാണ്. അടിക്കൂടെ വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് ഒഴുകുന്നുണ്ട്. പാറകൾ പൊട്ടിച്ചിട്ടിരിക്കുകയാണ്. അടുത്ത സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ തലയും കുത്തി ആ കുഴിയിലോട്ട് വീഴുകയാണ്. തല പൊട്ടിക്കീറി വളരെ താഴ്ചയുണ്ടായിരുന്നു. അവിടെ വെച്ച് മരണപ്പെട്ടതിനെയും ആ സംഭവം ആരും അറിയത്തുമില്ലായിരുന്നു. എന്നാൽ ഞാൻ അറിഞ്ഞില്ലെങ്കിലും എന്നെ കണ്ടതായ ദൈവം, ഞാൻ പോകുന്ന സ്റ്റെപ്പ് കണ്ടതായ ദൈവം തന്റെ കരം നീട്ടി എന്നെ വലിച്ച് ഇട്ടു, പുറകോട്ട് തള്ളിയിട്ടു. ഇന്ന് എനിക്കത് അത്ഭുതമായി, വിസ്മയമായിട്ട് തോന്നുന്നു. ഇങ്ങനെ അനേക അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവവേല ചെയ്യുന്ന ഓരോ വ്യക്തികളും ചിന്തിക്കേണ്ട ഒരു കാര്യം, കർത്താവിന്റെ വേല ചെറുതോ വലുതോ ഏതുമായിക്കൊള്ളട്ടെ, അതിനൊക്കെ ഒരു പ്രയോജനമുണ്ട്. അത് വ്യർത്ഥമല്ല. അതിനൊരു അനുഗ്രഹമുണ്ട്, അതിനൊരു മറുപടിയുണ്ട്, അതിനൊരു പ്രതിഫലം നീ ഒരുക്കുന്നുണ്ട്. ഇന്നത് വെളിപ്പെട്ട് വന്നില്ലെങ്കിലും അടുത്ത ദിവസങ്ങളിൽ അത് വെളിപ്പെട്ട് വരും. ആമേൻ. ക്ഷമയോട് കാത്തിരിക്കുക. ഇന്ന് ചോദിക്കുന്നവരുടെ മുമ്പിൽ, ഇന്ന് നിന്റെ ദൈവം എവിടെ എന്ന് ചോദിക്കുന്നവരുടെ മുമ്പിൽ ദൈവം അത് വെളിപ്പെടുത്തി തരും. സ്തോത്രം. ദൈവമാർക്കും കടക്കാരനല്ല, കർത്താവിന് സ്തോത്രം. അപ്പോൾ ഇവര് പറയുകയാണ്, ദൈവത്തെ സേവിച്ചതിന് എന്താ പ്രയോജനമുള്ളത് എന്ന് ചോദിക്കുകയാണ്. അടുത്ത വായിക്കൊന്ന് വായിച്ചാട്ടെ. കർത്താവിന്റെ സ്തോത്രം. ആകയാൽ ഞങ്ങൾ അഹങ്കാരികളെ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നു, ദുഷ്പ്രവർത്തിക്കാർ അഭ്യുദയം പ്രാപിക്കുന്നു, ദൈവത്തെ പരീക്ഷിക്കുന്നവർ ശിക്ഷ ഒഴിഞ്ഞു പോകുന്നു എന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങൾ ഇതെല്ലാം പറയുകയാണ്. ദൈവത്തെ പരീക്ഷിക്കുന്നവരും ദൈവകാര്യം നോക്കാത്തവരും ഒക്കെയും ശിക്ഷ അവർക്കില്ല, അതെല്ലാം ഒഴിഞ്ഞൊഴിഞ്ഞു പോകുകയാണ്. സ്തോത്രം. അങ്ങനെ പറയുന്ന വാക്ക് ദൈവം കേട്ടുകയാണ്. യഹോഭക്തന്മാർ അന്ന്, അടുത്ത വാക്യം നമ്മൾ വായിക്കാം. യഹോഭക്തന്മാർ ഒന്ന് വായിച്ച്. യഹോഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു. That day the fear of the Lord spoke to one another. പിന്നെ യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. And the Lord listened and heard them. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. There is a book of remembrance written before God for those who feared the Lord and meditate on his name. അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും അവനെ ഓർക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. ദൈവവേല, ദൈവത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്നതായ ഓരോ ദൈവ പൈതലും ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന് പിന്നത്തെ പ്രതിഫലനം ഉണ്ടാകും. ഒരു തെങ്ങിൻ തൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഓർത്തു കൊള്ളണം, പിന്നത്തേതിൽ കാലങ്ങൾ കഴിയുമ്പോൾ അത് നമുക്ക് വെള്ളം തരും. അപ്പോൾ ദൈവകാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ദൈവം പ്രതിഫലം കൊടുക്കും എന്നുള്ള കാര്യം വ്യക്തമായി തിട്ടമായിട്ടാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. സ്തോത്രം. അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം അവർക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്നു. മാത്രമല്ല അടുത്ത വാക്യം വായിക്കുമ്പോൾ, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കും. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും. കർത്താവിന് സ്തോത്രം. അപ്പോൾ എഴുതി വച്ചിരിക്കുന്നു, നിക്ഷേപമായിട്ട് ദൈവം കണക്കാക്കിയിരിക്കുന്നു. ഭൂമിയിൽ ദൈവത്തിന് നിക്ഷേപം എന്ന് പറയുന്നത് സ്വർണവും വെള്ളിയും രത്നക്കല്ലുകളൊന്നും അല്ല. അതൊന്നും ദൈവത്തിന് വിഷയമല്ല. കാരണം സ്വർഗത്തിൽ അത് മുഴുവനുമാണ്. അപ്പോൾ ഭൂമിയിലെ നിക്ഷേപം എന്ന് പറയുന്നത് ഒരു ദൈവപൈതലാണ്, ദൈവത്തെ ഭയപ്പെടുന്നവനാണ്, ദൈവവേല ചെയ്യുന്നവനാണ് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിക്ഷേപമായിട്ടിരിക്കുന്നത്.
ഇന്ന് നമ്മൾ വളരെ കേൾക്കുന്നത് പോലെ ബാങ്കുകളിൽ ഉടമസ്ഥരില്ലാതെ കോടിക്കണക്കിന് പണമാണ് കിടക്കുന്നത്. ഉടമസ്ഥര് മരിച്ചുപോയി, അവരുടെ യാതൊരു വിവരവുമില്ല. അങ്ങനെ കിടക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് നമ്മൾ വർത്തമാന പത്രങ്ങളിൽ കൂടെ ഒക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവസന്നിധിയിൽ നിക്ഷേപമുണ്ടായിരിക്കുന്ന നമ്മളെ അഡ്രസ് ഉണ്ട്. എവിടെയാണ് എഴുതി വെച്ചേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മരണയുടെ പുസ്തകത്തിൽ സ്വർഗത്തിൽ റെക്കോർഡുണ്ട്. ഇന്ന ആൾ എന്റെ നിക്ഷേപമാണ് എന്ന് സ്വർഗത്തിലെ ദൈവം എഴുതി വെച്ചിരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ എഴുത്തുമുണ്ട്, നിക്ഷേപമായിട്ട് ദൈവം കണക്കാക്കുകയും ചെയ്യുകയാണ്. കർത്താവിന് സ്തോത്രം. ഇനി നമുക്ക് നോക്കാം, പുതിയ നിയമത്തിൽ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ച ഒരു കാര്യം, ദൈവം കേട്ട കാര്യം കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ ചിന്ത അവിടെ അവസാനിപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 2-3 വാക്യം ഒന്ന് വായിച്ചാട്ടെ. ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമാസും ഗലീലയിലുള്ള കാനയിലെ നദനയേലും സെബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. മതി. ഇവിടെ ചില ശിഷ്യന്മാർ തിബിരിയാസ് കടൽക്കരയിൽ കൂടിയിരിക്കുകയാണ്. യേശു ഉയർത്തുന്നതിന് ശേഷം ശിഷ്യന്മാർക്ക് 12 പ്രാവശ്യത്തോളം പ്രത്യക്ഷപ്പെട്ടു എന്ന്, പല സന്ദർഭങ്ങളായി പ്രത്യക്ഷപ്പെട്ടു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. അതിലൊരു പ്രത്യക്ഷതയാണ് ഈ തിബിരിയാസ് കടൽക്കരയിൽ വെച്ച് നടന്നത്. തിബിരിയാസ് കടൽക്കരയിൽ ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അപ്പോൾ കൂടിയിരുന്ന് ഇവര് പ്രാർത്ഥിക്കൊന്നുമല്ലായിരുന്നു. യേശു ഇങ്ങനെ ചുമ്മാ ശിഷ്യന്മാര് കൂടിയിരിപ്പാണെന്ന് ദൈവം സമ്മതിക്കത്തില്ല, കർത്താവ് സമ്മതിച്ചിട്ടില്ല. ചുമ്മാതിരിക്കുന്ന ശിഷ്യന്മാരുടെ കർത്താവ് പറഞ്ഞു, നിങ്ങളെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിപ്പി, ഞാൻ അപ്പുറത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കട്ടെ. ഇവിടെ കൂടിയിരിക്കുമ്പോൾ ഇനിയുള്ള ഭാവി കാര്യങ്ങൾ എന്തായി തീരുമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ശീമോൻ പത്രോസ്, അദ്ദേഹമാണല്ലോ കൂടുതൽ എടുത്തിയാട്ടമുള്ളത്, അദ്ദേഹം പറഞ്ഞു, ഞാൻ മീൻ പിടിപ്പാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞു. പണ്ട് ഇവന് ഇതുപോലെ ഒരു സന്ദർഭത്തിൽ പടകെല്ലാം കരയ്ക്ക് അടുപ്പിച്ച് സകലവും വിട്ട് അനുഗമിച്ചതാ, ഒരു 3.5 വർഷത്തിന് മുൻപായിട്ട്. ദൈവിക വെളിപ്പാട് ലഭിച്ചവനാണ്. സ്തോത്രം. നീ ഇനി മുതൽ മനുഷ്യനെ പിടിക്കുന്നവനാക്കും എന്ന് പറഞ്ഞു അവന്റെ പേര് യേശു മാറ്റിയിട്ടതാണ്. സ്തോത്രം. ആമേൻ. അങ്ങനെ ദൈവിക വെളിപ്പാടുകളും അനുഗ്രഹങ്ങളും ദൈവിക പ്രവൃത്തികളും മറുവ മലയിൽ വെച്ചുള്ള ദൈവ ദർശനവും കണ്ടവൻ. സ്തോത്രം. ഇവിടെ ഇതാ തിബിരിയാസ് കടൽപ്പുറത്ത് ഇരിക്കുന്ന ശിഷ്യന്മാർ നടുവിൽ അവന് അവിടെ ഇരുന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ മീൻ പിടിപ്പാൻ വേണ്ടി പോകുന്നു. ഈ കൂടെ ഇരിക്കുന്ന ആൾക്കാരും ചെറിയ പുള്ളികളൊന്നുമല്ല. ഒന്ന് തോമസ് അവന് വിലാപ്പുറത്ത് കൈയിട്ടവനാണ്, അവനെ പ്രത്യക്ഷത കണ്ട് വിശ്വസിച്ചവനാണ്. 2 നഥനയേൽ യേശുവിന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ യേശു അവനോട് പറഞ്ഞതാണ്, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുൻപേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞാൽ. അപ്പോൾ ചോദിച്ചു, കർത്താവേ, ഗുരു, നീ എന്നെ എവിടെ വെച്ചറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ സ്തോത്രം, കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ വെച്ച് കണ്ടു. അപ്പോൾ ദൈവപുത്രൻ എന്ന നഥനയേൽ പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ ഇരിക്കുന്നത് കണ്ടു എന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? ഞാൻ ആമീൻ ആമീൻ നിന്നോട് പറയുന്നു, നീ ഇതിലും വലിയത് കാണും. സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ
ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ച നിങ്ങൾ കാണും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത നഥനയേലും ഈ കൂട്ടത്തിലുണ്ട്. സ്തോത്രം. സെബദി മക്കൾ, അതായത് യാക്കോബും യോഹന്നാനും ഈ കൂട്ടത്തിലുണ്ട്. നീ എവിടെ പോയാലും കൊണ്ടുവന്നവരാണ് ഇവർ രണ്ടുപേര്. അവന്റെ മഹിമ കണ്ടവരാണ്. അവർ ഈ കൂട്ടത്തിലുണ്ട്. വേറെ രണ്ടുപേരും അവിടെ പേരെഴുതിയിട്ടില്ല. അപ്പോൾ ഇവരുടെ നടുവിൽ പത്രോസ് പറയുകയാണ്, ഞാൻ മീൻ പിടിപ്പാൻ വേണ്ടി പോന്നു. അപ്പോൾ മറ്റൊരും പറഞ്ഞു, ഞങ്ങളും വരുന്നു. ഇവർ തമ്മിൽ സംസാരിക്കുന്നതാണ്. ഞാൻ പോകുന്നതെന്ന് പത്രോസ് പറഞ്ഞപ്പോൾ മറ്റുള്ളവരും പറഞ്ഞു, ഞങ്ങളും വരുന്നുവെന്ന്. അവര് എല്ലാം കൂടെ പടകേറി പോയതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തമ്മിൽ സംസാരിച്ച കാര്യം, ഇനി നമുക്ക് പഴയ പണിക്ക് പോകാം, മീൻ പിടിക്കാൻ വേണ്ടി പോകാം എന്നാണ് അവർ തമ്മിൽ സംസാരിച്ചത്. പക്ഷെങ്കിൽ അവരറിയാതെ തന്നെ യേശു കർത്താവ് ആ ശ്രദ്ധ വെച്ച് കേട്ടുകൊണ്ടിരുന്നു. സ്തോത്രം. അവര് പടകേറിപ്പോയി, ഒന്നും പിടിച്ചില്ല. രാത്രിയിൽ നല്ല വശമുണ്ടായിരുന്നവരാണ് മീൻപിടുത്തത്തിന്. പുലർച്ചെയായപ്പോൾ യേശു കടലിൽ നിന്നിരുന്നു. കരയോടടുത്തു. ഇനി കരക്കോട്ട് കയറി പോകാനുള്ള പരിപാടിയാണ്. കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ പലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. യേശുവിനെ കൂടാതെയുള്ള പോക്ക് പരാജയത്തിലാവും. യേശുവില്ലാതെ നീ എന്ത് ചെയ്താലും, ആദ്യം മിടുക്കനാണെന്ന് തോന്നിയാലും കുറച്ചു നാൾ കഴിയുമ്പോൾ അത് പരാജയത്തിലേക്ക് നീങ്ങും എന്നുള്ള കാര്യം ആത്മാവിൽ കൂടെ ഞാൻ വിളിച്ചു പറയട്ടെ. യേശുവില്ലാത്ത പോക്ക് കുറച്ചു നാൾ കഴിയുമ്പോൾ അത് തകർച്ചയിലേക്കും അത് പല പ്രശ്നങ്ങളിലേക്കും വഴിമാറും. റൂട്ട് മാറ്റിവിടുന്നത് പോലെ നിന്റെ ജീവിതം വഴിമാറിപ്പോകും. സ്തോത്രം. എന്നാൽ യേശുവിനോടുകൂടെയുള്ള പോക്കും, യേശുവിനോടുകൂടെയുള്ള സമ്പാദ്യവും, യേശുവിനോടുകൂടെയുള്ള ജീവിതവും അനുഗ്രഹമായി തീരും. സ്തോത്രം. ഒന്നും പിടിച്ചില്ല എന്നവർ പറഞ്ഞു. കർത്താവ് പറഞ്ഞു, പടകിന്റെ വലത്ത് ഭാഗത്ത് വീശുവീൻ, എന്നാ നിങ്ങൾക്ക് കിട്ടും. പ്രൈസ് ഗോഡ്. കർത്താവ് പറഞ്ഞ ഇടത്തേക്ക് വല വീശിയപ്പോൾ പെരുത്ത മീൻകൂട്ടം വല കീറാറായി. എന്നിട്ട് വല കീറിയില്ലെന്നുള്ളത് വേറൊരു അത്ഭുതമാണ്. അപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന സെബദി മക്കളിൽ ഒരാളായ യോഹന്നാൻ, യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് പറയുന്നുണ്ട്, കർത്താവാണ് എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പെട്ടെന്ന് അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി എന്ന് പറയുന്നു. അപ്പോൾ കടൽ എന്ന് പറയുമ്പോൾ കരയോട് അടുത്തത് കൊണ്ട് വലിയ ആഴമില്ല. കടലിൽ ചാടി. അപ്പോൾ ശേഷമുള്ള ശിഷ്യന്മാർ വല വലിച്ചുകൊണ്ട് കരയോട് അടുക്കുകയാണ്. കരക്കിറങ്ങിയപ്പോൾ കണ്ട കാഴ്ച കനലും തീക്കനലും അതിന്മേൽ മീൻ വറുത്തിരിക്കുന്നതും അപ്പവും കണ്ടു. കുഞ്ഞുങ്ങളെ വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ എന്ന് പറയുകയാണ്. സ്തോത്രം. ഇവിടെ യേശു ഒരു പാചകക്കാരനായി തീരുകയാണ്. നേരത്തെ യേശു ഇവരിൽ നിന്നും ഭക്ഷണം മേടിച്ച് കഴിച്ചു. യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇവർ ഭയന്നു പോയി. യേശു പറഞ്ഞു, ഇവിടെ തിന്നുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. അവരവനെ വറുത്ത മീനും അതെ തേനും കൊടുത്തു. അത് യേശു അവർ കാണുക തിന്നു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഇതാ അതേ യേശു ഇപ്പോൾ ഒരു കുക്കായി, ഒരു പാചകക്കാരനായി കരക്കോട്ടിറങ്ങുമ്പോൾ ഇവർ കണ്ട കാഴ്ച തീക്കനലും തീക്കനലിന്റെ മേലിൽ മീൻ വറുത്തും അപ്പവും ഇരിക്കുന്നതായിട്ട് കണ്ടു. അവർ പ്രാതൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരും ഒന്നും ചോദിക്കുന്നില്ല. എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരിക്കാം. യേശു ഒന്നും പറയുന്നില്ല. ആ സന്ദർഭങ്ങളിൽ പത്രോസിനോടൊരു ചോദ്യം ചോദിക്കുക. ഈ 7 പേരിൽ പത്രോസിനോട് ചോദിക്കുന്ന കാര്യം, പത്രോസാണ് ആദ്യം ഇവരോട് പറഞ്ഞത്, ഞാൻ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നു. അതിനു മുമ്പിലാണ് മറ്റുള്ളവരും അതെ വരുന്നുവെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പോക്കിന് തടസ്സമിട്ടത് പത്രോസാണ്. പത്രോസിനോട് യേശു ചോദിക്കുകയാണ്, പത്രോസെ, നീ അറിയുന്നില്ല
അവിടെ പറയുന്നില്ലെങ്കിലും ഞാനങ്ങ് പറയുകയാണ്. പത്രോസെ, ശിഷ്യന്മാരെ, നിങ്ങൾ അറിയുന്നില്ലെങ്കിലും നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പത്രോസെ നിന്നോട് ഞാൻ ചോദിക്കുകയാണ്. കർത്താവ് ചോദിക്കുകയാണ്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പോ പത്രോസ് പറഞ്ഞു, എനിക്ക് പ്രിയമുണ്ട് കർത്താവേ, എന്റെ ആടുകളെ പാലിക്ക, കുഞ്ഞാടുകളെ പാലിക്ക എന്നൊക്കെ കർത്താവ് പറയുന്നുണ്ട്. യേശു പത്രോസിനോട് ചോദിച്ചത് ഗ്രീക്കിൽ അഗപ്പാദ എന്ന പറഞ്ഞായ ഒരു പ്രയോഗത്തിലൂടെയാണ്. അഗപ്പാദ എന്ന് പറഞ്ഞാൽ തീവ്രമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ, നീ ഇവരിൽ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുവോ എന്നാണ് അഗപ്പാദ എന്ന വാക്കിന്റെ അർത്ഥം. അതാണ് യേശു, ആ വാക്കിലാണ് യേശു ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പത്രോസ് ഉത്തരം പറഞ്ഞത്, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് കർത്താവേ. ഫിലയോ എന്നുള്ള വാക്കാണ് പത്രോസ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫിലയോ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. 2 വട്ടം കർത്താവ് അഗപ്പാദ എന്ന പ്രയോഗത്തിലൂടെ ചോദിച്ചപ്പോൾ ഇവന് അതിന് ആൻസർ പറഞ്ഞത് ഫിലയോ എന്ന വാക്കിൽ കൂടെയാണ്, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് കർത്താവേ. 3ാമത് കർത്താവ് ചോദിക്കുന്നത് അഗപ്പാദ എന്നായ പ്രയോഗത്തിൽ കൂടെ അല്ല, പിന്നെയോ ഇവൻ പറഞ്ഞ ആൻസറിൽ കൂടെയാണ്. ഇവൻ പറഞ്ഞത് ഫിലയോയിൽ കൂടെയാണ്. അവൻ ആൻസർ പറഞ്ഞത്, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് കർത്താവേ. 3ാമതായിട്ട് ചോദിക്കുന്നത്, കർത്താവ് ചോദിച്ചെന്താ, എങ്ങനെയാ ചോദിക്കുന്നത്? നിനക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. 3ാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, 3ാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്കെന്നോട് പ്രിയമുണ്ടോ? നീ അങ്ങനല്ലേ പറഞ്ഞത്? ഫിലയോ എന്നുള്ള വാക്ക് പ്രയോഗിച്ചല്ലോ നീ പറഞ്ഞത്. നിനക്കെന്നോട് പ്രിയമുണ്ടോ? എന്നോട് പ്രിയമുണ്ടോ എന്ന് 3ാമതും ചോദിച്ചു. അവൻ പറഞ്ഞ അതേ വാക്ക് തന്നെ കർത്താവ് ചോദിക്കുകയാണ്, നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന്. 3ാമതും ചോദിക്കയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു. കർത്താവേ, നീ സകലവും അറിയുന്നു. ഞങ്ങൾ സംസാരിച്ചത്, കടൽക്കര വെച്ച് സംസാരിച്ചത്, ഞാന് ഇവരെ കൊണ്ട് ഈ വളഞ്ഞ വഴിയിലേക്ക് കൊണ്ടുവന്നത്, ഇതെല്ലാം ഗൂഢാലോചന നടത്തിയത്, നിനക്ക് വിരുദ്ധമായി സംസാരിച്ചത്, നിനക്കെതിരെ സംസാരിച്ചത്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, അതെല്ലാം കർത്താവേ നീ അറിയുന്നു. ദൈവമക്കളെ, ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ചു കേട്ടു. ഇന്ന് രാത്രി കാലം എന്റെ നിങ്ങളുടെയും ആമേൻ സംഭാഷണങ്ങൾ, എന്റെ നിങ്ങളുടെയും രഹസ്യ സംഭാഷണങ്ങൾ, ആമേൻ, ആരും കാണുന്നില്ല എങ്കിലും ഹൃദയങ്ങളെയും ഉൾപ്പുകളെയും ആരാഞ്ഞറിയുന്നവനായ ദൈവം തമ്പുരാൻ നമ്മുടെ സംഭാഷണങ്ങളെ ശ്രദ്ധ വെച്ച് കേൾക്കുന്നുണ്ട്. ഈസ് ദ സൈലന്റ് ലിസണർ ഓഫ് അവർ എവറി കൺവെർസേഷൻസ്. അവൻ നമ്മുടെ സംഭാഷണങ്ങളെ അറിയുന്നുണ്ട്. കർത്താവിന് സ്തോത്രം. ഈ ഭക്തന്മാർ സംസാരിച്ചത് ദൈവം കേട്ടിട്ട് പറയുകയാണ്, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ എന്നെ സേവിച്ചതിനും നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചതിനും, ചെറിയ ശുശ്രൂഷയായിക്കൊള്ളട്ടെ വലിയ ശുശ്രൂഷയായിക്കൊള്ളട്ടെ, അതിനൊരു പ്രതിഫലം ഞാൻ ഒരുക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രികാലം അത് എന്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവമക്കളെ, കർത്താവിന് വേണ്ടി ചെയ്യുന്ന ഏത് കാര്യത്തിനും ഒരു പ്രതിഫലം കർത്താവ് ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് ക്ഷീണിച്ചു പോകണ്ട, അധൈര്യപ്പെട്ടു പോകാതെ ധൈര്യമായിട്ട് ഉറച്ചു നിന്നുകൊണ്ട് കർത്താവ് തന്നിരിക്കുന്ന ആ ശുശ്രൂഷകൾ ഏതായിക്കൊള്ളട്ടെ, അതിൽ മുന്നേറുക. കർത്താവ് തക്ക സമയത്ത് മാനിപ്പാൻ, തലമുറകളെ മാനിപ്പാൻ, കുടുംബത്തെ മാനിപ്പാൻ, ജീവിതത്തെ മുൻപോട്ട് നടത്തുവാൻ, കഷ്ടങ്ങളിൽ നിന്ന് വിടുവിപ്പാൻ, പ്രയാസങ്ങളിൽ നിന്ന് വിടുവിപ്പാൻ, നിങ്ങളെ ദേശത്ത് മാനിക്കുവാൻ അവൻ ശക്തനായ ദൈവമാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ മനോഹരമായ രാത്രികാലം ദൈവജനമായ നിന്റെ പ്രിയ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ നോക്കണം. കർത്താവ് ഒരുക്കി തന്ന കൃപകൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു.
ഇന്ന് ചിന്തിച്ച ദൈവത്തിന്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശയ്ക്കും അതേ ഉത്സാഹത്തിനും മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. യേശു കർത്താവിന്റെ അൻപുള്ള നാമത്തിൽ താഴ്മയോട് യാചിക്കുന്നു. കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രി കാലത്തെ ഈ വചന ചിന്ത എല്ലാവർക്കും അനുഗ്രഹമായി തീർന്നെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. മാറാനാഥ, നമ്മുടെ കർത്താവ് വേഗം വരുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. വീണ്ടും അടുത്ത വെള്ളിയാഴ്ച കർത്താവിന് വരവ് താമസമെങ്കിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെയും സർവബലവനായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും കാക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രൈസ് ഗോഡ്. കർത്താവിന് മഹത്വം. സ്തോത്രം, 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 സ്തോത്രം.